ദ്വിതീയ സ്കന്ധത്തിൻ്റെ സാരം, അതിൻ്റെ അവസാന വിഷയം, ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇതിൽ ഇനി വരാൻ പോകുന്ന സ്കന്ധങ്ങളുടെ വിഷയങ്ങളും കൂടി പറയുന്നുണ്ട്. 10 സ്കന്ധങ്ങൾ, ഇനി വരാൻ പോകുന്ന 10 സ്കന്ധങ്ങളുണ്ടല്ലോ, ആ 10 സ്കന്ധങ്ങളുടെ വിഷയങ്ങൾ പറയുന്നുണ്ട്, ചുരുക്കി പറയുന്നുണ്ട്. പിന്നീട് ഓരോ സ്കന്ധത്തിലും അത് വിശദമാക്കുന്നുണ്ട്. അത് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഉദാഹരണം, ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു ഉണ്ട ഉണ്ടാക്കും അല്ലേ, വലിയൊരു ഉണ്ട. എന്നിട്ട് ആ ഉണ്ടയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ ഉണ്ടാക്കും. കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ ഉണ്ടാക്കിയിട്ട് ആ ഉണ്ട കാണാൻ കുഞ്ഞായിരിക്കും. എന്നിട്ട് അത് എടുത്തിട്ട് നന്നായിട്ട് പരത്തും അല്ലേ, പരത്തി വലുതാക്കും. ചിലർ നല്ല തിന്നായിട്ട് വലുതാക്കുമല്ലോ. അതേപോലെ ഈ ഒരു സ്കന്ധത്തിൽ 10 സ്കന്ധങ്ങളുടെ വിഷയം ചുരുക്കി പറഞ്ഞിരിക്കുന്നു. പിന്നീട് ഓരോ സ്കന്ധത്തിൽ ഈ ചപ്പാത്തി പരത്തുന്നത് പോലെ ഓരോ സ്കന്ധത്തിൽ അതിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയും. അത് നമ്മൾ മറ്റ് സ്കന്ധങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാം. ഇനി അവസാനമായിട്ട് പറയേണ്ട ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ശ്ലോകം തന്നെ ഉദ്ധരിക്കാം. മുക്തിഹി ഹിത്വാ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. എന്താണ് മുക്തി? അന്യഥാരൂപം ഹിത്വ, അന്യഥാരൂപം അല്ലാത്തതായിട്ടുള്ള രൂപത്തിനെ ഹിത്വ കളഞ്ഞിട്ട്, ത്യജിച്ചിട്ട്, സ്വരൂപേണ വ്യവസ്ഥിതി, സ്വരൂപത്തിൽ തന്നെ വിശേഷമായി അവസ്ഥിതി ചെയ്യാം, ഇരിക്കുക. ഞാൻ അല്ലാത്തതിനെ മാറ്റിയിട്ട് ഞാൻ എന്താണോ അതിനെ സ്വായത്തമാക്കുക. മുക്തിഹി ഹിത്വ അന്യഥാ രൂപം സ്വരൂപേണ വ്യവസ്ഥിതി എന്നാണ് വരുന്നത് ശ്ലോകഭാഗം. മുക്തിഹി ഹിത്വ അന്യഥാ രൂപം സ്വരൂപേണ വ്യവസ്ഥിതി. സുന്ദരമായ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ ചതുശ്ലോകി ഭാഗവതത്തിൽ കണ്ടുവല്ലോ, അതിൻ്റെ തന്നെ വിഷയം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ഈ ശരീരം, കാണപ്പെടുന്ന ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ഇതൊന്നും നമ്മുടെ ശരിക്കുള്ള സ്വരൂപമല്ല. പക്ഷേ നമ്മൾ അതാണ് ഞാൻ എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ആ ധാരണയെ മാറ്റിക്കഴിഞ്ഞാലോ ഞാൻ ആരാണോ എൻ്റെ ശരിക്കുള്ള സ്വരൂപം ഉള്ളിൽ വിളങ്ങും. ഇപ്പം തത്കാലത്തേക്ക് നമ്മൾ ഒരുപാട് കോട്ടുകൾ ധരിച്ചിരിക്കുകയാണ്. ഇപ്പം ഉത്തരേന്ത്യ ടൂറൊക്കെ, ചാർധാം യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പുള്ള കാലമാണെങ്കിൽ എന്ത് ചെയ്യും, എത്ര കോട്ടുകളെടുത്ത് ഇടുക അല്ലേ. ചില ശരീരങ്ങൾക്ക് തണുപ്പ് താങ്ങാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് എന്നെ പോലെ മെലിഞ്ഞുണങ്ങിയ ശരീരമാണെങ്കിൽ ഒട്ടും പറ്റില്ല അല്ലേ. മെലിഞ്ഞുണങ്ങിയ ശരീരം, മറ്റേതാണെങ്കിൽ ഫാറ്റ് ഉണ്ടാവുമല്ലോ, കുറച്ച് വണ്ണമുള്ളവർക്ക് ഫാറ്റ് ഉണ്ടാവും, അതുകൊണ്ട് അത്ര തണുപ്പ് ഫീൽ ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, ചിലർക്ക് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തണുപ്പ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കോട്ട് ഇടും അല്ലേ. 1 കോട്ട്, 2 കോട്ട്, 3 കോട്ട്, 4 കോട്ട്, 5 കോട്ട്. ഈ 5 കോട്ടോട് കൂടിയൊക്കെ കാണുമ്പോൾ അമ്മ നീ വല്ലാതെ മാറിയല്ലോ, ഇത് എന്താ നിന്റെ രൂപം? ഫോട്ടോ എടുത്ത് അയക്കുകയാണ് മോൾക്ക്. അയ്യോ അമ്മ ഈ ചാർധാം യാത്രയ്ക്ക് പോയിട്ട് ഇതെന്താ ഇത്ര വലിയ രൂപം? അപ്പം അമ്മ പറയാം, അയ്യേ മോളെ ഇതല്ല എൻ്റെ രൂപം കേട്ടോ, നല്ല തണുപ്പായിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ്, അപ്പം എൻ്റെ രൂപം ശരിക്കും കാണിച്ചു തരണോ? കാണാം കേട്ടോ. അപ്പോൾ 1ാമത്തെ കോട്ട് എടുത്ത് മാറ്റി. ഇത് ഞാനല്ല കേട്ടോ, ഇത് 1ാമത്തെ കോട്ടാണ് തണുപ്പിന് വേണ്ടിയിട്ട്. അടുത്ത കോട്ട് എടുത്ത് മാറ്റി. ഇത് 2ാമത്തെ കോട്ട്, ഇത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് 3ാമത്തെ കോട്ട്, അതെടുത്ത് മാറ്റി. 4ാമത്തെ കോട്ട്, അതെടുത്ത് മാറ്റി. പിന്നീടോ അമ്മ സൂപ്പർ, അമ്മ പഴയതുപോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ, മെലിഞ്ഞുണങ്ങിയ ശരീരം. എനിക്ക് സന്തോഷമായി കണ്ടപ്പോഴത്തേക്കും. അപ്പം നമ്മൾ എന്താ ചെയ്തേ? പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. ഞാൻ അല്ലാത്തതിനെ എടുത്ത് മാറ്റി. അപ്പം ഞാൻ എന്താണോ അത് പ്രകാശിച്ചു നിന്നു അല്ലേ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഞാൻ അല്ലാത്തതിനെ തള്ളി മാറ്റാന്ന് പറയുമ്പോൾ പുറത്ത് ബാഹ്യമായിട്ട് തള്ളി മാറ്റുകയല്ല. ഈ പ്രക്രിയയൊക്കെ നടക്കേണ്ടത് ബുദ്ധിയിലാണ്. കാരണം ഈ സംഭവങ്ങൾ, അജ്ഞാനം നിറഞ്ഞിരിക്കുന്നത് ബുദ്ധിയിലാണ്. ഞാൻ അല്ലാത്തതിനെ ഞാനെന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയിലാണ്. അതുകൊണ്ട് ബുദ്ധിയിലാണ് ഈ പ്രക്രിയ നടക്കേണ്ടത്. എന്താണ്? അഹം ശരീരം ന. നമ്മുടെ നിർവാണ ഷട്കത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം. ഇതൊന്നും ഞാനല്ല എന്ന് ബുദ്ധിയിലാണ് പറയുന്നത്. ബാഹ്യമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ശരീരത്തിന് മാറ്റി നിർത്താൻ പറ്റുമോ? മനസ്സിന് മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. മനസ്സിൽ പറയാണ് ഇതൊന്നും ഞാനല്ല. യുക്തിപൂർവം മനസ്സിന് തെളിയിച്ചു കൊടുക്കണം. ആ യുക്തിയൊക്കെയാണ് നമ്മൾ ചതുശ്ലോകി ഭാഗവതത്തിലൊക്കെ കണ്ടത്. വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സത് അക്സെപ്റ്റ് ചെയ്യില്ല. ചില സന്ദർഭങ്ങൾ വരുമ്പോൾ സംശയങ്ങളൊക്കെ ഉന്നയിക്കും മനസ്സ്. അതുകൊണ്ട് യുക്തിപൂർവമായിട്ട് അതിന് പറഞ്ഞ് മനസ്സിലാക്കുക, ഇതൊന്നും ഞാനല്ല.
അപ്പം എൻ്റെ ശരിക്കുള്ള സ്വരൂപം എന്താണ്? ഇത് ഞാൻ അല്ലാത്തതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്താണോ അത് ഉള്ളിൽ പ്രകാശിക്കും. പക്ഷെ മാറ്റണമെങ്കിൽ അത്ര അധികം ശക്തി വേണം, ധൈര്യം വേണം. അത് ഓർക്കുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ ചിന്മയ മിഷനിൽ ഒരു സീരിയൽ ഇറക്കിയിരുന്നു. ഉപനിഷത് ഗംഗ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അതിൻ്റെ സബ് ടൈറ്റിലിംഗ് ഒക്കെ മലയാളത്തിലും ഉണ്ട്. ആ ഉപനിഷത് ഗംഗയിൽ കോട്ടികർണൻ എന്ന് പറഞ്ഞ കോട്ടികർണൻ്റെ ഒരു കഥ വരുന്നുണ്ട്. അതിൽ ഉപനിഷത് ഗംഗയിൽ പേരെന്താണ് ഉപനിഷത് ഗംഗ എന്ന് വെച്ചിരിക്കുന്നത്? ഉപനിഷത്തിൻ്റെ സാരം അത് തന്നെയാണ് ഗംഗ, ജ്ഞാനമാകുന്ന ഗംഗ. ഉപനിഷത്തിൽ എന്തൊക്കെയാണോ തത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് ഉപനിഷത്തിലുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് സീരിയൽ പോലെ തന്നെ നല്ല സുന്ദരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണണം. നാരദൻ്റെ, നമ്മുടെ വാൽമീകിയുടെ കഥയുണ്ട്, കോട്ടികർണൻ്റെ കഥയുണ്ട്, വേറെ പല പല സത്യകാമ ജാബാല ഋഷിയുടെ കഥയുണ്ട്. അതുപോലെ നമ്മുടെ വൈരാഗ്യ ശതകം എഴുതിയത് ആരാണ്? വൈരാഗ്യ ശതകം എഴുതിയ ഒരു രാജാവാണ്. ആ രാജാവിൻ്റെ കഥയുണ്ട്. അങ്ങനെ പല പല കഥകൾ, വേദത്തിൻ്റെ തത്വങ്ങൾ, ധർമാർത്ഥ കാമമോക്ഷം, ഓരോന്നിനും ഓരോ കഥ നല്ല രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിലൊരു കഥയുണ്ട് കോട്ടികർണൻ. കോട്ടികർണൻ വലിയൊരു ശ്രേഷ്ഠനായ ഒരു വ്യാപാരി, പണക്കാരനായിട്ടുള്ള വ്യാപാരി. പേര് കിട്ടിയത് തന്നെ അതുകൊണ്ടാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ കർണത്തിൻ്റെ വില കോടിയാണ്. അപ്പം ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് കോടികർണൻ എല്ലാവരും കീഴടക്കുകയാണ്. പൈസ കൊണ്ട് എല്ലാവരും വിലക്കി വാങ്ങാണ്. അങ്ങനെ അഹങ്കാരം മൂത്തിരിക്കുകയാണ്. വ്യാപാരിയല്ലേ, അപ്പം ആ ഒരു പ്രവണത ഉണ്ടാവുമല്ലോ. അങ്ങനെ കഥയിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ ഗംഗാ തീരത്ത് വെച്ചിട്ട് ഭിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിലക്കി വാങ്ങുകയാണ്. വിലയ്ക്ക് വാങ്ങാൻ കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വീഴുമല്ലോ അതിൽ. അങ്ങനെ വാങ്ങാണ്. അപ്പോൾ ഒരു സന്യാസി വന്നിട്ട് ഭിക്ഷ യാചിക്കാൻ, ഭിക്ഷാം ദേഹി ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞിട്ട് ഭിക്ഷ യാചിക്കാൻ. കോട്ടികർണൻ പറയാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ സാധു, എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്നാണ്. അപ്പോൾ സാധു പറയാണ്, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം സ്ഥലം, കിടക്കാനുള്ള സ്ഥലം വൃക്ഷത്തിൻ്റെ മൂലം തന്നെയാണ്. കഴിക്കാനുള്ള ഭക്ഷണം വൃക്ഷത്തിൻ്റെ ആ പഴങ്ങൾ താഴെ വീഴുമ്പോൾ അത് ഞാൻ കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ്. എന്ത് വേണമെങ്കിലും ചോദിക്കുമോ നിങ്ങൾ? ഞാൻ ചോദിക്കാം, പക്ഷെ നിനക്ക് തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾ ചോദിച്ചു നോക്കൂ. അപ്പം സാധിക്കുമെങ്കിൽ എനിക്ക് നിൻ്റെ അഹങ്കാരത്തിനെ തരൂ. അഹങ്കാരത്തിന് തരാൻ പറ്റുമോ? അതെന്ത് സാധനമാണോ അതിന്? അല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. പൈസ തരൂ, മുത്തുകൾ ചോദിക്കൂ, രാജ്യങ്ങൾ ചോദിക്കൂ, സ്ഥലങ്ങൾ ചോദിക്കൂ, കൊട്ടാരങ്ങൾ ചോദിക്കൂ, വസ്ത്രങ്ങൾ ചോദിക്കൂ, എല്ലാം ചോദിക്കൂ. അതൊന്നും എനിക്ക് വേണ്ട. തരാൻ പറ്റുകയാണെങ്കിൽ നിൻ്റെ അഹങ്കാരത്തിനെ തരൂ. ഉള്ളിൽ ആ വിചാരത്തിൻ്റെ ഒരു പ്രക്രിയ നടക്കുകയാണ്. ഇത് ഇദ്ദേഹത്തിന് ഞാൻ മുന്നിൽ വെച്ച സാധനങ്ങൾ ഒന്നിനും ഒരു മഹത്വമില്ലല്ലോ, പുച്ഛഭാവം കൽപ്പിക്കുകയാണല്ലോ. എന്നിട്ട് ചോദിക്കുന്നത് എന്താണ്? നൽകാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ, പക്ഷെ അതിനെ നൽകാൻ പറ്റുമോ? അതിനെ ത്യജിക്കാൻ പറ്റുമോ? അപ്പം സാധു പറയാണ്, നീ എന്താണോ ശരിക്കും, നീ എന്താണോ കാണപ്പെടുന്നത് അതല്ല നീ. ശരിക്കും എന്താണോ നിന്റെ സ്വരൂപം അതറിയാൻ നീ താല്പര്യപ്പെടുന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? നീ ശരിക്കും കാണപ്പെടുന്നത് എന്താണോ അതല്ല നിന്റെ സ്വരൂപം, പക്ഷേ നിന്റെ ശരിക്കുള്ള സ്വരൂപം എന്താണോ അത് അറിയാൻ നീ ആഗ്രഹിക്കുന്നതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സാധു പോയി. ഹരിശരണം എന്ന് പറഞ്ഞിട്ട് സാധു പോയി. ഇദ്ദേഹം ഉള്ളിൽ സ്പാർക്ക് ഇട്ട് കഴിഞ്ഞു അല്ലേ? ഉള്ളിൽ സ്പാർക്ക് ഇട്ട് കഴിഞ്ഞു. ചിലരങ്ങനെയാണല്ലോ, അങ്ങേയറ്റം ലൗകികതയിൽ ഇരുന്നു കൊണ്ട് പിന്നീട് ഒറ്റ ചാട്ടം അധ്യാത്മികയിലേക്ക്. വാൽമീകി മഹർഷിയുടെ പൂർവ്വചരിത്രം അങ്ങനെയായിരുന്നല്ലോ. ഇദ്ദേഹം ആലോചിക്കാണ്, അഹങ്കാരം എന്താ തരാൻ പറ്റുമോ? പിന്നെ അദ്ദേഹത്തിന് ഞാൻ മുന്നിൽ വെച്ച സാധനങ്ങൾക്കൊന്നും ഒരു മഹത്വവും ഇല്ല. അത് മാത്രമല്ല, ത്യജിക്കുന്ന കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ത്യജിക്കുക അത്ര ബുദ്ധിമുട്ടാണോ? ഇദ്ദേഹം എല്ലാത്തിനും വാങ്ങിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. എല്ലാവരും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സാധനം വരട്ടെ എന്നാണല്ലോ. അപ്പോൾ കൊടുക്കുക, ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണോ? പിന്നെ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഞാൻ എന്താണോ കാണപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ശരീരം നോക്കുകയാണ്, ഇതല്ലേ ഞാൻ. അപ്പം ഞാൻ എന്താണോ അതിനെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹം വന്നു. അദ്ദേഹം പറയണേ, ഞാൻ കണ്ടുപിടിച്ചിരിക്കും, ഞാൻ ആരാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർവവും ത്യജിക്കുകയാണ്. സർവവും ഉപേക്ഷിച്ചിട്ട് ഒരു സന്യാസിയായി തീർന്നു. പിന്നീട് ആ രാജ്യത്ത് നിന്ന് പുറത്തു പോയിട്ട് ഇങ്ങനെയൊക്കെയോ ശാസ്ത്രമൊക്കെ പഠിച്ച് ഇതൊക്കെ ചെയ്തിട്ട്
തിരിച്ച് വീണ്ടും രാജ്യത്തിലേക്ക് വരികയാണ്. വരുമ്പോൾ ഒരു സന്യാസിയുടെ വേഷം, ഒന്നുമില്ല കയ്യിൽ. അപ്പോൾ വരുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അങ്ങ് കൂട്ടിക്കർണനല്ലേ? അപ്പം ഇദ്ദേഹം മൗനമായിട്ടിരുന്നു. എന്നിട്ട് പറയാണ്, അത് അപ്പോഴുള്ള ശരീരം വേറൊരു ശരീരമായിരുന്നു. ആ ശരീരത്തിന് താമസിക്കാൻ വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ശരീരത്തിന് സമസ്ത പ്രപഞ്ചവും വീടാണ്. ആ ശരീരം എല്ലാവരും കീഴടക്കാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ശരീരം എൻ്റെ സ്വന്തം മനസ്സിനെ കീഴടക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഇപ്പോൾ ഉള്ള ശരീരമല്ല അപ്പോൾ ഉണ്ടായിരുന്ന ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ കൃഷ്ണന്റെ നാമം ചൊല്ലി. അത് കഴിഞ്ഞിട്ട് വരികയാണ് ആ സ്ഥലത്തേക്ക്. എന്നിട്ട് ആ സ്ഥലത്ത് വന്നിട്ട് തന്നെ പലയിടത്തും ഭിക്ഷ ചോദിക്കുകയാണ്. എന്നിട്ട് ആ സന്യാസി, കോട്ടികർണൻ ഒരു സന്യാസിയായി, ആ സന്യാസിയായിട്ട് എല്ലാവർക്കും പ്രവചനത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണോ നിങ്ങൾ ശരിക്കും ഇപ്പം കാണപ്പെടുന്നത് അതല്ല നിങ്ങളുടെ സ്വരൂപം. നിങ്ങളുടെ ഉള്ളിലുള്ള സ്വരൂപം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കൂ. ഇപ്പം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ആഗ്രഹിക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ള സ്വരൂപം എന്താണ്? എന്നിട്ട് അദ്ദേഹം പറയണം, അദ്ദേഹം കണ്ടെത്തിയത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതെന്താണ്? പരമാനന്ദമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള സ്വരൂപം. പക്ഷേ ഇപ്പം ഗംഗാ തീരത്ത് നിന്നുകൊണ്ട് ഒരാൾ പറയാണ്, ഭയങ്കര ദാഹിക്കുന്നു വെള്ളം. അതുപോലെയാണ് നമ്മളെല്ലാവരും എന്ന്. എന്താണ്? എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ ആനന്ദ സ്വരൂപം, നമ്മുടെ തന്നെ സ്വരൂപം ആനന്ദമാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ ആനന്ദത്തിന് വേണ്ടി ഇരിക്കും. കുറച്ച് സുഖം തരുമോ? ഈ ചാനലിനോട് ചോദിക്കും, ഈ ചാനൽ ഒന്ന് തരുമോ? ആ ചാനൽ ഒന്ന് സുഖം തരുമോ? ഈ വ്യക്തി ഒന്ന് സുഖം തരുമോ? ആ വ്യക്തി ഒന്ന് സുഖം തരുമോ? നമ്മൾ ചോദിക്കും അല്ലേ? നമ്മുടെ ശരീരത്തിനും ചോദിക്കും, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കും, ദുഃഖം തരൂ, സുഖം തരുമോ? സുഖത്തിന് വേണ്ടി യാചിക്കുകയാണല്ലേ. അപ്പോൾ പറയണം അദ്ദേഹം. എന്നിട്ട് പറയാണ്, അങ്ങനെ പോലും അല്ല. എന്താണ്? ഇപ്പം ഗംഗയുടെ കരയിൽ നിന്നുകൊണ്ട് ഒരാൾ ദാഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ അല്ല ഇത്. എങ്ങനെയാണ്? ഗംഗയിൽ മുങ്ങി നിന്നുകൊണ്ട് കഴുത്ത് വരെ വെള്ളം, എന്നിട്ട് ഒരാൾ പറയാണ് എന്താണ്? ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇതേ ഒരു ഉദാഹരണം രമണ മഹർഷിയുടെ അടുത്ത് ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ രമണ മഹർഷി പറയണം, അങ്ങനെയല്ല, അതിനും അപ്പുറം ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഗംഗയെ പറയുന്നു എനിക്ക് ദാഹിക്കുന്നു. അപ്പം എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നമ്മുടെ സ്വരൂപം തന്നെ പരമാനന്ദ സ്വരൂപമാണ്. പക്ഷേ ആനന്ദസ്വരൂപികളായ നമ്മൾ ആനന്ദത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയണം, ആ കോട്ടികർണൻ, നിങ്ങൾ അന്വേഷിക്കും, നിങ്ങളുടെ ഉള്ളിൽ ആ സത്ത ഭഗവത് സ്വരൂപം ഉള്ളിൽ ഉണ്ട്, അതിനെ തിരിച്ചറിയൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാൻ. അപ്പം ത്യജിക്കുകയാണ്. അപ്പോൾ ഉള്ളത് എന്താണോ അത് നേടി അദ്ദേഹം ആ സത്യം അറിയാൻ വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ചു അല്ലേ. എന്നിട്ട് അവിടെയുള്ള ഗ്രാമവാസികൾ ചർച്ച ചെയ്യാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉള്ളതെല്ലാം ത്യജിച്ചത്? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ ത്യജിച്ചത്, അത് ത്യജിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് ശ്രേഷ്ഠതയുള്ളതായിരിക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഭാരതത്തിൽ നമ്മൾ കാണുന്ന ഋഷീശ്വരന്മാർ ആ ആത്മതത്വത്തിനെ അറിയാൻ വേണ്ടിയിട്ട് സമസ്തവും ത്യജിക്കുന്നു. എന്തുകൊണ്ട്? ത്യജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ, അത് എന്താണോ നമ്മൾ ത്യജിച്ചത് അതിനേക്കാളും എത്രയോ മഹത്വം ഉള്ളതാണ്. അപ്പം അതിനെന്താ വേണ്ട? ഒന്നും വേണ്ട. ഇതിൽ പറയുന്നത് നമ്മളല്ലാത്തതിന് നമ്മളല്ല എന്ന് ഉള്ളിൽ വിചാരം ചെയ്ത് തള്ളുക ചെയ്യുമ്പോഴോ എന്താണ്? ഉള്ളിലുള്ള ആ സത്യം പ്രകാശിക്കും. അത്ര ലളിതമാണല്ലേ. പക്ഷെ പലരും പറയും, പറയാനൊക്കെ എളുപ്പമാണ്, ബുദ്ധിമുട്ടാണ്. പലരും നമ്മളെ പ്രഭാഷണമൊക്കെ കേട്ടിട്ട് ഹാളിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ പറയുന്നത് ചിലപ്പോൾ പറയുമല്ലേ, എന്താണ്? അയ്യോ ഇതൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്, അതൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതും ഒരു വൈറസാണല്ലേ മനസ്സിൻ്റെ ഉള്ളിൽ, ഇല്ലേ? വലിയ വൈറസ് അല്ലേ അത്. മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് എനിക്ക് വയസ്സായി, രണ്ടാമത് ഇതൊന്നും ചെയ്യാനൊന്നും ബുദ്ധിമുട്ടാണ്, ഒരു ശ്രദ്ധയില്ല, ഏകാഗ്രത ഒന്നുമില്ല, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ നിരത്തി വയ്ക്കും മനസ്സിന്. അപ്പോൾ മനസ്സിനോട് പറയാം, എന്ത് കൊണ്ടുവന്നാലും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറ്റും, എനിക്കും പറ്റും. എന്തുകൊണ്ട്? വളരെ ലളിതമാണ്. കാരണം നേരത്തെ നേടിയതാണ്. പ്രാപ്തസ്യ പ്രാപ്തിഹി എന്ന് നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറയും. ഓൾറെഡി ഉള്ളതിനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ, നേടിയെടുക്കുന്നതേ ഇല്ല. കണ്ണട, എല്ലാവരും ഉദാഹരണം പറയുമല്ലോ, കണ്ണട വെച്ചുകൊണ്ട് തന്നെ കണ്ണടയെ തപ്പും അല്ലേ. അയ്യോ കണ്ണട അവിടെ പോയി എല്ലാവരോടും ചോദിച്ചുകൊണ്ട് നടക്കും. ചുന്നു മുന്നു ബേബി അതെന്ന് പറയും, എല്ലാവരോടും ചോദിച്ചുകൊണ്ട് നടക്കും അല്ലേ. അപ്പോൾ പേരക്കുട്ടികൾ വന്ന് പറയുന്നു, അമ്മുമ്മേ ആ കണ്ണിൽ തന്നെ ഉണ്ട്, സുന്ദരം, കിട്ടിയാലും എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമല്ലേ. അതാണ് പ്രാപ്തസ്യ പ്രാപ്തിഹി. നേടിയത് തന്നെയാണ്, പക്ഷെ അതിനെ ഒന്ന് തിരിച്ചറിയാണ്. അതിനാണ് നമ്മൾ പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത്. വളരെ ലളിതമാണ്. ഭഗവാൻ ഉള്ളിലുണ്ട്. ആ ഭഗവാനെ
ഒന്ന് ശ്രദ്ധയാകുന്ന കണ്ണുകൊണ്ട് നമ്മൾ കാണണം. അതിനുള്ള ഈ ദ്വിതീയ സ്കന്ധത്തിൽ പറയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം എന്താണ്? ശ്രവണം, ശ്രവണം, ശ്രവണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.